ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. അതിഷി മർലേന ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാകും. കെജ്രിവാളിന്റെ മാർഗനിർദ്ദേശത്തോടൊപ്പം പ്രവർത്തിക്കുമെന്ന് അതിഷി. भारतीय जनता पार्टी के षड्यंत्र से नाराज हैं और अपने बेटे अपने भाई अरविंद केजरीवाल जी को फिर से दिल्ली का मुख्यमंत्री देखना चाहते हैं. അതിഷിക്കെതിരായ വിമർശനത്തിൽ സ്വാതി മാലിവാളിനോട് രാജി ആവശ്യപ്പെട്ട് എഎപി. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. സുപ്രീം കോടതി വിധി കേസിൽ വിചാരണ നീളുന്നത് ചൂണ്ടിക്കാട്ടി. പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് 7.5 വർഷത്തിനു ശേഷം. അതിജീവിതയ്ക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഉമാ തോമസ് MLA. കർണാടക ഗുണ്ടൽപേട്ടിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. മരിച്ചത് വയനാട് സ്വദേശിയും കേരള വിഷൻ ടെക്നീഷ്യനുമായ ധനേഷും കുടുംബാംഗങ്ങളും. അപകടം ബൈക്കിൽ ടോറസ് ലോറി ഇടിച്ച്. ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി ദൃക്സാക്ഷികൾ. ബുൾഡോസർ രാജ് വിലക്കി സുപ്രീം കോടതി. ഒക്ടോബർ 1 വരെ കോടതി അനുമതിയില്ലാതെ വീടുകൾ പൊളിക്കരുത്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്നും കോടതി. ഉത്തരവ് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പൊളിക്കലിനെതിരായ ഹർജികളിൽ. നിപ ജാഗ്രതയിൽ മലപ്പുറം. രോഗബാധയ്ക്ക് ഏറ്റവും സാധ്യതയുള്ളവരുടെ പട്ടികയിൽ 26 പേർ. 13 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി. തിരുവാലി മമ്പാട് മേഖലയിൽ കർശന നിയന്ത്രണം. മലപ്പുറത്ത് UAE-യിൽ നിന്നെത്തിയ യുവാവിന് കുരങ്ങുപനി ലക്ഷണം. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ചൈനയെ തോൽപ്പിച്ചത് 1 ഗോളിന്. ഇന്ത്യയുടെ 5ാം കിരീട നേട്ടം ജുഗ്രാജ് സിംഗിന്റെ ഗോളിൽ. പുരുഷ വനിതാ ടീമുകൾക്ക് 2020 ലോകകപ്പ് സമ്മാനത്തുക തുല്യമാക്കി ICC.